പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹെയർച്ചിനെ കുറിച്ച് തന്നെയാണ്. കഫന്തീനികളുടെ ഇടയിലുള്ള ചില കാര്യങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. കഫന്തീനികൾ ഇപ്പോൾ ചില മണ്ടത്തരങ്ങൾ വിശ്വസിച്ച് വെച്ചിട്ടുണ്ട്. കഫന്തീനികളുടെ മുഖ്യമായിട്ടും വിശ്വസിക്കുന്നത് കഫന്തീനികളുടെ MD ഇന്നലെ അവരുടെ മുന്നൂറ്റില ദന്തപതികൾ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ പറയുന്നത് കേട്ടു. സീന പ്രതാപത്തിന് ജാമ്യം കിട്ടിയിട്ടുണ്ട്. അത് ജാമ്യം കോടതി അംഗീകരിച്ചു എന്നാണ് പറയുന്നത്. ഇവൻ എന്തിനാണ് ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കുന്നതെന്ന് എന്താണെന്ന് വെച്ചാൽ ഓൻ അതിൻ്റെ കമ്മീഷൻ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ എല്ലാവരെയും ഫ്രീസ് ചെയ്ത് മന്ദബുദ്ധികളാക്കി കൊണ്ടു കിടക്കുന്നതിന് അവന് അതിൻ്റെ കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കഥയിലേക്ക് വരികയാണെങ്കിൽ, ഡിസംബർ 21 ശ്രീന പ്രതാപൻ എന്ന് പറയുന്ന കമ്പനിയുടെ CEO ശ്രീന ശ്രീധരൻ എന്ന പേരിൽ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ശ്രമിക്കുന്നത്. ഈ കേസ് എടുത്തിട്ട് ഈ FIR ഇട്ടിട്ട് 1 വർഷത്തിന് ശേഷമാണ്, അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം 4 മാസം പിന്നിട്ടതിന് ശേഷമാണ് അവർ ഇതിൽ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ശ്രമിക്കുന്നത്. മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ശ്രമിക്കുന്നത് ക്രൈംബ്രാഞ്ച് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി നോട്ടീസ് അയച്ചതിന് ശേഷമാണ്. നോട്ടീസ് അയച്ചത് പ്രകാരം ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരായില്ല. അതിനുശേഷമാണ് അറസ്റ്റ് ഉണ്ടാവുമെന്നുള്ള രീതിയിൽ ആ ഒരു ഭയത്താൽ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി തേടുന്നത്. 3100 കോടി രൂപ കേരളത്തിലെ വരെ പറ്റിച്ച ഒരു കമ്പനിയുടെ CEO ആയ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സ്റ്റേജുകളിൽ കയറിയിരുന്ന് പാവങ്ങളെ പറ്റിച്ച ഒരു CEO ആണ് ശ്രീന പ്രതാപൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ കേസ് 27/12 എടുത്തു. 27/12 പോലീസിൻ്റെ റിപ്പോർട്ട് വേണ്ടി സ്വാഭാവികമായും അത് മാറ്റിവെച്ചു. പിന്നെയുള്ളത് 7-ാം തീയതിയിലേക്കാണ്. ജനുവരി 7-ാം തീയതിയിലേക്ക് മാറ്റിയ സമയത്ത്, പോലീസിൻ്റെ റിപ്പോർട്ടിന് വേണ്ടി മാറ്റിയ സമയത്ത് 7-ാം തീയതി ഇത് കേസെടുത്തു. അപ്പോൾ ഇവരുടെ വക്കീൽ ഹാജരായില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഹാജരായില്ല, രാവിലെ ഹാജരായില്ല, ഉച്ചയ്ക്ക് ശേഷം വന്നിട്ട് പറഞ്ഞു നമുക്കിത് മാറ്റിവെക്കണമായിരുന്നു എന്ന് ജൂനിയർ വക്കീൽ വന്നിട്ട് പറഞ്ഞു. സ്വാഭാവികമായിട്ടും അത് 14-ാം തീയതിയിലേക്ക് മാറ്റി. 14-ാം തീയതിയും മറിച്ചൊന്നും സംഭവിച്ചില്ല. ഇവരുടെ വക്കീൽ വന്നിട്ട് പറഞ്ഞു നമുക്ക് മാറ്റിവെക്കണം. അതിൻ്റെ സൈറ്റിൽ കാണിക്കുന്നത് ഇതാണ്, വായിക്കാം. ഫോർ ഹിയറിംഗ് പെറ്റീഷണർ പ്രേസ് ഫോർ ടൈം. പെറ്റീഷണർ സമയത്തിന് വേണ്ടി യാചിച്ചു എന്നാണ് പറയുന്നത്. പെറ്റീഷണർ സമയത്തിന് വേണ്ടി ഇവർ കേസ് കൊടുക്കുന്നു, ഇവർ നീട്ടിവെക്കുന്നു, നമുക്ക് സമയം വേണമെന്ന് പറയുന്നു. കാര്യം ഇവരുടെ മുൻകൂർ ജാമ്യമാണ്. ഇവർ തെറ്റ് ചെയ്തിട്ടില്ല, നമ്മൾ അന്വേഷണവുമായി സഹകരിക്കാം, എന്ത് വേണമെങ്കിലും നമ്മൾ ചെയ്യാം, വിട്ടുവീഴ്ച ചെയ്യാം എന്ന് മാത്രമേ പറയൂ. അതിനും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും രക്ഷയുണ്ടാവില്ല എന്നുള്ള ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ കേസ് മാറ്റിവെക്കുന്നത്. കേസുള്ളിടത്തോളം കാലം ഇവരെ അറസ്റ്റ് ചെയ്യൂല, അത് സ്വാഭാവികമാണ്. മുൻകൂർ ജാമ്യത്തിൽ തീർപ്പാവുന്നത് വരെ അറസ്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു നാടകം കളിക്കുകയാണ്. എന്തായാലും അധിക ദിവസമൊന്നും ഈ നാടകം ഓടില്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെയാണ് പ്രതാപന് അനവധി തെളിവുകളുണ്ട് എന്ന് ഇതേ കോടതി, തൃശ്ശൂരെ കോടതി പറഞ്ഞുകൊണ്ടാണ് കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ലാത്ത കാരണത്താൽ സ്വാഭാവികമായിട്ടുള്ള ജാമ്യം കിട്ടിയിരിക്കുന്നത്. എന്നാൽ EDയുടെ കേസിൽ സർക്കാരിൻ്റെ എല്ലാ സംരക്ഷണയിലും കഴിഞ്ഞ 6 മാസം കഴിഞ്ഞുകൂടുന്ന പ്രതാപനെ ഇവിടെ 2 ദിവസമേ ജയിലിൽ കിടന്നിട്ടുള്ളൂ. പക്ഷെങ്കിൽ പുറത്തിറങ്ങാൻ സാധിക്കില്ല.
ഇ ഡിയുടെ കസ്റ്റഡിയിലാണ്, ഇ ഡിയുടെ കേസിൽ അകത്താണ്. എന്നിട്ട് കഫന്തീനികൾ അല്ലെങ്കിൽ ഹൈറിച്ചോളികൾ വിശ്വസിക്കുന്നത് പ്രതാപൻ പുറത്തിറങ്ങി എന്നാണ്. എന്താണ് ഇവന്മാരെയൊക്കെ പറ്റിച്ചിട്ടില്ലെങ്കിൽ അതിശയമുള്ളൂ. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ. അവർ വിചാരിക്കുന്നത് പ്രതാപന് തൃശ്ശൂരെ കോടതി ജാമ്യം കൊടുത്തു, അതുപോലെ തന്നെ പാലക്കാട് കോടതി ജാമ്യം കൊടുത്തു, അതുകൊണ്ട് പ്രതാപൻ ഇപ്പോൾ പരയിലാണ് എന്നാണ് വിചാരിക്കുന്നത്. എന്താണ് പറയാൻ? ഇതൊന്നും പോലും മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലാത്തിട്ടുള്ളാണ്. ലോൺ എടുത്തിട്ടും വീട് പണയം വെച്ചിട്ടും പണ്ടം പണയം വെച്ചിട്ടും പണ്ടം വിറ്റിട്ടും കുട്ടികളെ പഠിപ്പിക്കാനുള്ള, കുട്ടികളെ കെട്ടിക്കാനുള്ള എല്ലാ പണവും കൊണ്ടുപോയി പൂളിംഗത്തിന് വേണ്ടി ശ്രീനക്കും പ്രതാപനും അടിയറ വെച്ചിരിക്കുന്നത്. എന്താണ്? എന്നിട്ട് 1.5 വർഷമായിട്ടും ഇവർക്ക് ബുദ്ധി വന്നിട്ടില്ല എന്നുള്ളതാണ്. അവർ വിചാരിക്കുന്നത് കമ്പനി തിരിച്ചു വന്നിട്ട് നിങ്ങൾക്ക് പൈസ തരുമെന്നാണ്. ഇ ഡി ഫ്രീസ് ചെയ്തത് പരാതിയില്ലെങ്കിൽ, ആരും ക്ലെയിം ചെയ്യുന്നില്ലെങ്കിൽ അത് കേന്ദ്ര സർക്കാരിലേക്ക് പോകുമെന്നുള്ളതാണ് നിയമം. അതിൻ്റെ ഏതാണ്ട് കേന്ദ്ര സർക്കാരിലേക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവർക്ക് എന്താ ഇവരുടെ അപ്പലറ്റ് ട്രിബ്യൂണലിലെ കേസിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് ഇവർക്ക് അറിയില്ല. ഇവർക്ക് എല്ലാ അപ്ഡേഷൻസും അറിയുന്നവരാണ്. പക്ഷെങ്കിൽ ഇവരുടെ അപ്പലറ്റ് ട്രിബ്യൂണലിലെ കേസിൻ്റെ കാര്യങ്ങൾ പോലും ഇവർക്കറിയില്ല. ഇവരുടെ വക്കീലുമായിട്ട് ബന്ധമില്ല. ഇവരുടെ ലീഡർമാരെല്ലാവരും തന്നെ പുതിയ കമ്പനി, സ്വന്തം കമ്പനി സിന്ദാബാ. പറ്റിക്കാൻ ഇവിടെ ആയിരക്കണക്കിന് ആൾക്കാർ ഉണ്ടാവുമ്പോൾ ആരായാലും തുടങ്ങിപ്പോകും പുതിയ കമ്പനി. എന്നെ പറ്റിക്കൂ, എനിക്കൊരു ഐഡിയ അടിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് അവരുടെ കുടുംബക്കാരെ പറ്റിക്കാൻ നടക്കുന്നു, സുഹൃത്തുക്കളെ പറ്റിക്കാൻ നടക്കുന്നു. അപ്പോൾ ഇങ്ങനെ അനവധി കമ്പനികൾ വരും എന്നുള്ളതാണ്. ആർക്ക് വേണം ഹൈറിച്ച് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഡിജിറ്റൽ ചെയ്യില്ല, നിക്ഷേപം സ്വീകരിക്കാൻ കഴിയില്ല. ഇവരുടെ ഓരോ തെറ്റുകളും അപ്പപ്പോ റിപ്പോർട്ടാവും, അവനെ ഫ്രീസിങ് ഉണ്ടാവും എന്നുള്ളതാണ്. ഇങ്ങനെ വരികയില്ല, അത് വേറെ കാര്യം. പക്ഷെങ്കിൽ വരാൻ ശ്രമിച്ചാലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇനി എന്തെല്ലാം കേസുകൾ കിടക്കുന്നു, എത്ര കേസുകൾ കിടക്കുന്നു, അതൊക്കെ കോടതിയിൽ പോകും. ഇപ്പോൾ അന്വേഷിച്ച് കോടതിയിൽ പോകും. അവിടെയൊക്കെ ഇവരുടെ വക്കീല് ഇവരുടെ വാസവൻ വക്കീലിനെ ചാകരയാണ്. അദ്ദേഹത്തിന് ഒറ്റയടിക്ക് എത്ര കേസുകളാണ് കിട്ടിയിരിക്കുന്നത്. ഇനി അതല്ല, ഓരോ കോടതിയിലും ഇവരെ മുൻകൂർ ജാമ്യത്തിന് കൊടുക്കും. അതുപോലെ തന്നെ എല്ലാ കോടതിയിലും വാദങ്ങൾ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ വാസവൻ സാറ് കോടിപതിയാവും എന്നുള്ളതാണ് പുതിയൊരു വിവരം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ പോക്ക്. പ്രതാപനോ ശ്രീനക്കോ ജാമ്യം കിട്ടിയിട്ടില്ല. ഇ ഡിയുടെ ജാമ്യത്തിൻ്റെ കാര്യം നോക്കുന്നത് 24-ാം തീയതിയാണ്. അവിടെ കിട്ടാൻ യാതൊരുവിധ സാധ്യതകളുമില്ല. നിലവിലെ സാധ്യതകൾ നോക്കിയിട്ട് വെറും 6 മാസം മാത്രമേ ആയുള്ളൂ. 1 വർഷത്തിന് ശേഷം വേണമെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് ജാമ്യം കിട്ടിയേക്കാം എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഹൈക്കോടതിയിൽ പോകേണ്ടി വരും. ഹൈക്കോടതിക്ക് മാത്രമേ ഇതിൽ തീരുമാനമെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിനേക്കാൾ ചെറിയ കളവ് ചെയ്ത ബാങ്കിൻ്റെ ആൾക്കാരൊക്കെ അവിടെ കിടക്കുകയാണ്. അപ്പോൾ 2-2.5 വർഷമായിട്ടൊക്കെ കിടക്കുകയാണ്. അപ്പോഴാണ് 3100 കോടിയുടെ തട്ടിപ്പുമായിട്ട് പ്രതാപൻ എനിക്ക് ജാമ്യം വേണം എന്ന് പറയുന്നത്. അപ്പോൾ ബൈ.